കോഴിക്കോട് ഞെളിയമ്പറമ്പിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. ഇന്ന് രാവിലെയാണ് ശക്തമായ തീയും പുകയും കണ്ടത്. മീഞ്ചന്ത ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങൾ ദിൽഷ തിലകൻ നൽകും. കോഴിക്കോട് നിന്ന് ദിൽഷ, എത്തരത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്? തീപിടുത്തത്തിന് കാരണം എന്താണ്? തീ നിയന്ത്രണ വിധേയമാണോ? കോഴിക്കോട് ഞെളിയമ്പറമ്പിലാണ് ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിൽഷയുണ്ട് വിശദാംശങ്ങളുമായി. ദിൽഷ, തീ നിയന്ത്രണ വിധേയമാണോ? എത്തരത്തിലാണ് ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? കൂടിയാണ് കോഴിക്കോട് ഞെളിയമ്പറമ്പിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് പുക ഉയരുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ തീയും പുകയുമായിരുന്നു കണ്ടത്. തുടർന്ന് ജീവനക്കാർ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. മീഞ്ചന്ത ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ചേർന്നാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ഇവിടെ തുടരുകയാണ്. അകത്തു നിന്നുമാണ് പുകഞ്ഞു കത്തുന്നത്. അതുകൊണ്ട് തന്നെ തീ ഇത് അണയ്ക്കുന്നത് പെട്ടെന്ന് സാധ്യമല്ല. എന്നിരുന്നാൽ തന്നെയും നിയന്ത്രണ വിധേയമാണ്. പക്ഷെ വലിയ രീതിയിലുള്ള പുക ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മാലിന്യത്തിൽ നിന്ന് പുക ഉയരുന്നത് സ്ഥിരം കാഴ്ചയാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ജീവനക്കാർ പലതവണ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ അത് പരിഗണിച്ചിട്ടില്ല എന്നൊരു പരാതിയാണ് നമുക്ക് ഇവിടെ നിന്നും ജീവനക്കാരുടെ അടുത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തീ ഏകദേശം നിയന്ത്രണ വിധേയമാണ്. കോഴിക്കോട് ഞെളിയമ്പറമ്പിലാണ് ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചത്. തീ നിയന്ത്രണ വിധേയമാണ്. ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിൽഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.